ഹരിയോ അടുത്തിരിക്കാം, ഇടയ്ക്ക് ഒരുപാട് സീറ്റ് കിടക്കണ്ട, ഉള്ളത് ഇങ്ങനെ അടുത്തിരുന്നാൽ മതി, രണ്ട് സൈഡും. നിവൃത്തി പ്രവൃത്തി, ഇത് രണ്ട് ധർമ്മങ്ങളാണ് എന്ന് പറയുകയുണ്ടായി. അതിലെ സന്യാസത്തെയാണ് നിവൃത്തി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന സ്ഥാപനങ്ങളും അവയോട് ബന്ധപ്പെട്ട് നിലവരുന്ന ആശ്രമധർമ്മങ്ങളും ഭാരതത്തിൻ്റെ വൈദിക ധർമ്മപ്രകാരം രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളതോ ശങ്കര സമ്പ്രദായ പ്രകാരം രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ളതോ ആയിട്ടുള്ള നിവൃത്തിയുടെ പശ്ചാത്തലത്തിലല്ല നിലകൊള്ളുന്നത്. ശങ്കരന്റെ കാലത്ത് നിലനിന്നിരുന്ന നിവൃത്തി നിരതത്വത്തിൽ ഇടയ്ക്കിടെ ചില ആചാര്യന്മാർ വന്നിട്ടുണ്ടാവാം, അവരാ ദർശനങ്ങളെ പിൻപറ്റി സംസാരിച്ചിട്ടുണ്ടാവാം, പഠിപ്പിച്ചിട്ടുണ്ടാവാം, അതിനോട് നീതി പുലർത്തണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഇന്ന് ഇന്ത്യയിൽ നാം കാണുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മാതൃക തികച്ചും സമറ്റിക്കാണ്. വിരലിൽ എണ്ണാവുന്ന കാര്യങ്ങളെ മാറ്റി നിർത്തി ചിന്തിച്ചാൽ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ബ്രിട്ടീഷുകാരുടെയും ആഗമനം കഴിഞ്ഞ് മതപ്രവർത്തനത്തിനായി ലോകമെമ്പാടും എത്തിയ കൂട്ടത്തിൽ ഇന്ത്യയിലും സമറ്റിക് സങ്കല്പങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള നിവൃത്തി പ്രവൃത്തി എന്ന നിലയിൽ അല്ല ഇതിനെ കാണുന്നത്. അശോകന്റെ കാലത്ത് ബുദ്ധമതത്തിന്റെ പ്രചരണാർത്ഥം മഹേന്ദ്രനും സംഘമിത്രയും ഒക്കെ പോയതുപോലെ ഒരു മതം ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാശ്ചാത്യ സമറ്റിക് സമ്പ്രദായങ്ങൾ ഇന്ത്യയിലേക്കും വന്നിട്ടുള്ളത്, ഇതര ദേശങ്ങളിലേക്ക് പോയ പോലെ. അതിന് അതിൻ്റെതായ വ്യവസ്ഥാപിതമായൊരു രീതിയുണ്ട്. അനേക ധാരകൾ അതിനകത്തുണ്ട്, അതിനകത്തും ധാരകൾ അനേകമാണ്. അതിന് വ്യക്തമായ പൗരോഹിത്യ നിയമങ്ങളും പൗരോഹിത്യ പ്രേഷണങ്ങളുമുണ്ട്, പ്രേഷിത ദൗത്യങ്ങളുണ്ട്. 400 വർഷത്തിലധികമുള്ള ഇന്ത്യൻ വൈദേശിക ഭരണം, രണ്ട്, തുടർന്ന് ബ്രിട്ടന്റെയും അതുപോലുള്ള രാജ്യങ്ങളുടെയും ഭരണഘടനയെ ഉൾക്കൊണ്ടുകൊണ്ട് പൂർവികങ്ങളായ സ്മൃതി നിയമങ്ങളെ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഇന്ത്യൻ ഭരണഘടന, അതിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ടായ വ്യത്യസ്ത മതങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ വ്യക്തതയോടെ ലഭിച്ച ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതങ്ങൾക്ക് ഇന്ത്യയിൽ ന്യൂനപക്ഷമെന്ന് പറയുന്ന അവകാശങ്ങൾ, ഇവയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം മുതലായവയിലേക്കെല്ലാമുള്ള ഇവയുടെ വളർച്ച, ഇതൊക്കെ ഈ ദേശീയരായ ആളുകളെ വ്യത്യസ്ത വർണ്ണങ്ങളായി
അതിനുള്ളിൽ തന്നെ വ്യത്യസ്ത ജാതികളായി ഒക്കെ നിലനിന്നിരുന്ന ഇന്ത്യൻ ജനതയെ വിറളി പിടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളെ വിറളി പിടിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ധാരണ. അത് നിങ്ങളുടെ അഹിംസയും അസ്ഥേയവും ധർമ്മവും സത്യവും സനാതനത്വവും നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളെന്നോട് യോജിക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ഞാൻ തുടരാം, തെറ്റാണെങ്കിൽ ഞാൻ നിർത്താം. ഈ ആശയം ക്ലാസ്സായി നിർത്താമെന്നല്ല പറഞ്ഞു. ഈ ആശയം ഞാനൊന്ന് മാറ്റാം. ഇതിൽ ശരിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ? ആ വിരളി പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭരണം കൈയാളുന്ന ഭരണാധികാരികളും മറ്റു മതങ്ങളും ആഗ്രഹിച്ചു. അവിടെ നിങ്ങൾക്കെതിരാളികളുണ്ടായി. ശത്രു നിങ്ങളുടെ ഉള്ളിലുള്ളതിന് പകരം പുറത്ത് ശത്രു ഉണ്ടായതോടുകൂടി നിങ്ങൾ സനാതനധർമ്മത്തിന് വെളിയിലായി. സഹിഷ്ണുതയുടെ പൊരുളെന്തെന്നറിയാതെ മറ്റു മതങ്ങളുടെ സ്വാധീന വലയത്തിൽപ്പെട്ട് പ്രവർത്തിക്കുന്നത് സഹിഷ്ണുതയാണെന്ന് നിങ്ങളിൽ ഒരു കൂട്ടർ തെറ്റിദ്ധരിച്ചു. അതിനെ ആവോളം അനുകരിക്കുവാനും അതിനെ പാടിപ്പുകഴ്ത്തുവാനും അതിൻ്റെ വഴിയിലൂടെ ഒരു സംസ്കൃതി പാരലായി ഉണ്ടാക്കുവാനും സന്യാസാശ്രമം മുതൽ ബ്രഹ്മചര്യാശ്രമം വരെയുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിച്ചു. ഒരു ഭാഗത്ത് പ്രാതസ്മരണീയനും വൈജ്ഞാനികനും ഉജ്ജ്വല വാഗ്മിയും ഭാരതത്തിൻ്റെ സംസ്കൃതിയെ ലോകത്തെ എത്തിച്ചയാളും ആധുനിക ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് ആധ്യാത്മികമായി വിളിക്കുവാൻ 100% അർഹതയുള്ളയാളുമായ വിവേകാനന്ദ സ്വാമികൾ പോലും ഇതിൽ അല്പം ഒന്ന് ചലിച്ചില്ലേ എന്ന് ഇവിടെ ഇരുന്ന് ഞാൻ സംശയിച്ചാൽ നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കാരണം അദ്ദേഹം പോലും സന്യാസത്തിന് തെരഞ്ഞെടുത്തത് ക്രിസ്മസ് ദിനമാണ്. ക്രിസ്മസ് രാത്രിയാണ്. കത്തിച്ചു വെച്ചത് മെഴുകുതിരിയാണ്. നെറുകേടാണ്, മര്യാദകേടാണ് ഞാൻ ഇവിടെ ഇരുന്നത് പറയുന്നത് എന്ന് അറിയാതെ അല്ല പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു വസ്തുതയുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മുടെ മനസ്സിനെ ഒരു നല്ലളവ് വരെ പാശ്ചാത്യ ഭ്രമത്തിനെതിരെ ഏറ്റവും അധികം ശബ്ദമുയർത്തിയിട്ടുള്ള സ്വാമിമാരിൽ ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ എന്നാണ് എൻ്റെ വിശ്വാസം. Am I right? അദ്ദേഹത്തിന് പോലും ഒരു ആദരവ് അറിയാതെ അവിടെ കിടന്നു. ദാർശനിക സവിശേഷതയിൽ അറിഞ്ഞോ അറിയാതെയോ ശങ്കര ദർശനത്തോടൊരു അകലവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വന്നു പോയതായി മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഇടവും ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ശങ്കരന്റെ ബുദ്ധിയും ബുദ്ധന്റെ ഹൃദയവും തുടങ്ങിയ പദങ്ങൾ വായിക്കുമ്പോൾ വായനക്കാരൻ അവൻ സങ്കല്പിച്ചുണ്ടാക്കിയതായിരിക്കണം, അദ്ദേഹം ഉദ്ദേശിക്കാത്തതായിരിക്കണം. എങ്കിൽ പോലും അതിന് സ്പേസ് കിട്ടി വേണ്ടുപോകണം. അകാരണമായി അദ്ദേഹത്തെ മാത്രം പറയുന്നതും ഉചിതമല്ല. വേണ്ട.
ഇത് വേണ്ട. അപ്പൊ ആ നിലയിൽ തുടർന്നിങ്ങോട്ട് വന്ന ആശ്രമ പ്രവർത്തനങ്ങളിൽ ക്രിസ്തു പോലും അഹിംസയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത്. സന്യാസത്തിൽ ജസീക്കയിൽ ക്രിസ്തുവിന്റെ വചനമുണ്ട്, എൻ്റെ കർത്താവേ, ജീവനുള്ളതും രക്തം ചുവക്കുന്നതുമായ യാതൊന്നും ഞാൻ ഈ നാവിൽ വെച്ചിട്ടില്ല, അതുകൊണ്ട് സ്വർഗരാജ്യം എനിക്കുള്ളതാണ്. ബൈബിളിനെ അതിൻ്റെ അന്തസ്ഥ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് സ്പർശിക്കാനിടയായാൽ ഈ വചനം വളരെ പ്രസക്തമാണ്. അഹിംസയിലൂടെ അല്ലാതെ നിവൃത്തിയുടെ അത്യുന്നതങ്ങളിൽ എത്താനാവില്ല. പക്ഷെ നാം കണ്ടത് പതുക്കെ പതുക്കെ ഇന്ത്യൻ സന്യാസം പാശ്ചാത്യ പൗരോഹിത്യത്തിന്റെ മാതൃകയിൽ മത്സ്യമാംസ ഭക്ഷണങ്ങളിലേക്ക് വികസിക്കുന്നതാണ്. ഇന്നൊട്ടനവധി ആശ്രമങ്ങളിൽ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കിച്ചൺ വേറിട്ടോ ഒന്നിച്ചോ ഉണ്ടെന്നുള്ളതാണ് വസ്തുത. ഇത് നിങ്ങൾക്കറിയുന്ന വസ്തുതയാണോ എന്ന് എനിക്കറിയില്ല. ഏ ഏ ഉണ്ട്. പാശ്ചാത്യ മാതൃകയിലുള്ള ഒരു പൗരോഹിത്യ പ്രേഷിത പ്രവർത്തനത്തിന്റെ ചുവട് പിടിച്ചാണ് ഇത് വളർന്നു വരുന്നത്. പരമാവധി ഔപനിഷദികങ്ങളായ ആശയങ്ങൾ, ഉപനിഷത്തുകൾ, വേദങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, സ്മൃതികൾ, ഇവയും ഭാരതത്തിന്റെ തനതു ശാസ്ത്രങ്ങളിൽപ്പെട്ട ഗൃഹ്യസൂത്രങ്ങൾ, ഭാരതത്തിൻ്റെതെന്ന് പറയാവുന്ന പൗരാണികമായ ആൽക്കമി, പൗരാണികമായ ആയുർവേദം, ഇവയൊക്കെ എത്രത്തോളം പഠിപ്പിക്കാതിരിക്കാൻ കഴിയുമെന്നാണ് ഈ സ്ഥാപനങ്ങളെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ഗവേഷണം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ ജനിച്ചു വളരുമ്പോൾ അയാൾക്ക് ഒരു ഗോത്രമുണ്ടാകും, ഒരു സൂത്രമുണ്ടാകും. ഗൗതമ ഗൃഹ്യസൂത്രം, പാരാശര്യ ഗൃഹസൂത്രം തുടങ്ങി ഗൃഹ്യസൂത്രങ്ങൾ പാരമ്പര്യ മര്യാദയിൽ ജീവിക്കുന്നതിനുള്ള മര്യാദകളടങ്ങുന്ന കുടുംബജീവിതത്തിൻ്റെയും, അതായത് ബ്രഹ്മചര്യത്തിൻ്റെയും ഗാർഹസ്ഥ്യത്തിൻ്റെയും വാനപ്രസ്ഥത്തിൻ്റെയും അതുപോലെ വർണ്ണധർമ്മത്തിൻ്റെയും ഗോത്രധർമ്മത്തിൻ്റെയും നിയമങ്ങളടങ്ങുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അറിഞ്ഞുകൊണ്ടായിരിക്കും ചോദിച്ചത്, നിങ്ങൾ അറിയാൻ വേണ്ടിയെന്ന് ഞാൻ കരുതുന്നു. അത് തന്നെയാണ്, തീർച്ചയായും. അതെ, തീർച്ചയായും. ആപസ്തംഭൻ മുതലായവർ എഴുതിയ സൂത്രങ്ങൾ, അത്തരം സൂത്രഗ്രന്ഥങ്ങൾ നിങ്ങളിൽ തന്നെ പലർക്കും ഇതാദ്യത്തെ കേൾവിയാണെന്ന് തോന്നും.
സാമാന്യേന ആധ്യാത്മിക ലോകത്തോട് ബന്ധമുള്ളവരാണ് ഈ ക്യാമ്പിൽ വന്നിരിക്കുന്നത്. എന്നിരുന്നിട്ട് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ, അവയിലെ ആശയങ്ങൾ മുതലായവ പരമാവധി എങ്ങനെ ജനങ്ങളിൽ നിന്ന് മാറ്റിവെക്കാം, പാശ്ചാത്യ സമറ്റിക് സമ്പ്രദായത്തോട് ചേർത്ത് വ്യക്തി അധിഷ്ഠിതങ്ങളായ ആധ്യാത്മിക സന്ദേശങ്ങൾ എങ്ങനെ ജനതയ്ക്ക് കൊടുക്കാം. കാലികമായ ഒരു കാലത്തിനുള്ളിൽ മൺമറഞ്ഞു പോകുന്നതും ഒരു കാലത്തിലേക്ക് മാത്രം ജനങ്ങൾക്ക് ഉത്സവം പോലെ ആഘോഷിക്കാവുന്നതും കാലാതീതമായി ഒന്നും ജനതയുടെ മനസ്സിൽ ഇല്ലാതാകുന്നതുമായ ധർമ്മങ്ങളെയും സന്ദേശങ്ങളെയും കൊണ്ട് എങ്ങനൊരു ജീവിതകാലം കൊണ്ടുപോകാം. അവന്റെ പൂർവജന്മങ്ങളുടെയും വരാനിരിക്കുന്ന ജന്മങ്ങളുടെയും ചർച്ചയിൽ നിലകൊള്ളുന്ന സനാതനധർമ്മത്തിന്റെ ആശയങ്ങളെ എങ്ങനെ ഒരു ജന്മത്തിലേക്ക് ഒതുക്കി തീർക്കാം. ഇവയൊക്കെ ഗവേഷണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും പാശ്ചാത്യങ്ങളായ എല്ലാ ശാസ്ത്ര മാതൃകകളെയും പാശ്ചാത്യ സംപ്രേഷണമുള്ള ആധുനിക വൈദ്യശാസ്ത്രത്തെയും ഒക്കെ എങ്ങനെയെല്ലാം നമുക്ക് പ്രചരിപ്പിക്കാം. ഇവയും ലക്ഷ്യം വെച്ച് സമറ്റിക് പൗരോഹിത്യത്തോട് പോലും മത്സരിച്ച്, am I right? വാക്കെനിക്ക് അങ്ങനെ ഉപയോഗിക്കാവോ എന്നറിയില്ല. വളരുന്ന ഒരു സന്യാസ ക്രമമാണ് നാം ഇന്ന് ആശ്രമങ്ങളിൽ പലപ്പോഴും കാണുന്നത്. അതാണ് നിങ്ങൾ ഗൃഹസ്ഥന്മാർക്കും ബ്രഹ്മചാരികൾക്കും വാനപ്രസ്ഥന്മാർക്കുമൊക്കെ കൂടുതൽ ഇഷ്ടം. അതിൻ്റെ ആടോപങ്ങളാണ്, അതിൻ്റെ ആലവാലങ്ങളാണ് നാം ഇന്ന് ലോകത്ത് കാണുന്നത് അധികവും. അതിന് സനാതനധർമ്മത്തിൻ്റെ പുതുവേഷങ്ങളായാണ് നിങ്ങൾ കാണുന്നതും അതിലൂടെ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തരൊരു ദശാസന്ധിയിലാണ് നിങ്ങൾ നിവൃത്തിയും പ്രവൃത്തിയും കേൾക്കാനെത്തിയിരിക്കുന്നത്. നിവൃത്തി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉപനിഷത്തുകൾക്ക് ഭാഷയുണ്ട്. അത് വളരെ സുവ്യക്തമാണ്. അതിൽ അല്പം പോലും ശങ്ക പൂർവാചാര്യന്മാർക്കില്ല. അതുകൊണ്ട് അവർ വളരെ വ്യക്തമായി പറഞ്ഞു, ന കർമ്മണാന പ്രജയാ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനസ്. ഉപനിഷത് വചനമാണ്. ന്യാസ ഏവാത്യ രചയത്, ഏറ്റവും ശ്രേഷ്ഠമായത് സന്യാസമാണ്. ഈ വചനങ്ങളൊന്നും നിങ്ങൾക്ക് പരിചയമുള്ള ഞാൻ ഉൾപ്പെടെയുള്ള സ്വാമിമാരുടെ അടുക്കലിരുന്നാൽ സമ്മതമാകില്ല എന്നെനിക്കറിയാം. അതുതന്നെയാണ് ഇന്ത്യൻ ദുസ്ഥിതി. പറഞ്ഞത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിവൃത്തിയെ വളരെ പ്രശംസിച്ചു പറഞ്ഞ ഉപനിഷത്ത് വചനങ്ങൾ നിങ്ങളോട് പറയുകയുണ്ടായി. മുമുക്ഷോഹോ സർവ കർമ്മസന്യാസ വിധാനാത് പുത്രൈഷണായാശ്ച വിത്തൈഷണായാശ്ച ലോകൈഷണായാശ്ച വ്യുദ്ധായാധ ഭിക്ഷാചര്യം ചരന്തി തസ്മാത് സന്യാസമേഷാം തപസാം അതിരിക്തമാഹു.
ന്യാസ ഏവ അത്യാരേചയത്. ഇങ്ങനെയെല്ലാം ചില വചനങ്ങൾ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥവും പറഞ്ഞു. ഒരു 100 വർഷത്തിൻ്റെ ഇന്ത്യ ചരിത്രം എടുക്കുമ്പോൾ അതിൽ ഗ്രന്ഥങ്ങളിൽ വായിച്ചു കേൾക്കുന്നതും ജീവചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കാണുന്നതും നിങ്ങളിന്ന് പരിചയപ്പെടുന്നതുമായ നിവൃത്തി നിരതത്വമുള്ള ഇന്ത്യൻ സന്യാസം ഈ ഗുണങ്ങളോടുകൂടിയതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നമ്മുടെ സംസ്കൃതിക്ക് ഭ്രംശം വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ഇത് ഭ്രംശമുള്ളതാണ്. ഉത്തരം വന്നിട്ടില്ല. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് തിരുത്തേണ്ടത് സന്യാസിമാരല്ല. കാരണം സന്യാസി വരുന്നത് ഗാർഹസ്ഥ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഗാർഹസ്ഥ്യം കഴിഞ്ഞ്, അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിൽ നിന്ന്. എവിടെ നിന്ന് സന്യാസി രൂപപ്പെടണമെങ്കിലും ഗൃഹസ്ഥന്റെ അന്തരംഗത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യം ആണിതിൻ്റെ ശുങ്കം, മൂലം. അതിൻ്റെ മൂലത്തിൽ വന്നിരിക്കുന്ന വൈകല്യമാണെങ്കിൽ അത് തിരുത്തണം. അതിന് വ്യക്തതയോടെ ഇതിനെ പഠിക്കണം. ആദ്യം പഠിച്ചിട്ട് വേണം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാൻ. അപൂജ്യ എത്ര പൂജ്യന്തേ പൂജ്യായാം ച വ്യതിക്രമ ചത്വാരി തസ്യ നശ്യന്തി ആയുർവിദ്യ യശോ ബലമെന്നാണ്. പൂജ്യനെ പൂജിക്കാതിരിക്കുക, അപൂജ്യനെ പൂജിക്കുക, രണ്ടും ആയുസ്സും വിദ്യയും യശസ്സും ബലവും നഷ്ടമാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് ആയുസ്സിന്, ബലത്തിന്, വിദ്യയ്ക്ക്, യശസ്സിന് പ്രാധാന്യം വരുന്ന ധർമ്മ തലം ആശ്രമധർമ്മത്തിൽ ഗാർഹസ്ഥ്യമാണ്. അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെ. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തോടും സമാജത്തോടും ചെയ്യുന്ന തെറ്റുകൂടിയാണ്. കൊടുക്കാനാണോ? കുട്ടികൾ വേണേ കൊടുത്തിട്ട് പോകും. നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിൽ കുട്ടികൾ തന്നെ കൊടുത്തിട്ട് പോകും. തികയില്ല. ശരി. ഞാൻ ഈ അവസാനം പറഞ്ഞ ഭാഗം അപൂജ്യന്മാരെ പൂജിക്കുകയും ചെയ്താൽ ആയുസ്, വിദ്യ, യശസ്, ബലം ഇവ നഷ്ടപ്പെടും. ഏത്? അപൂജ്യനെ പൂജിച്ചാൽ ആയുസ്സും വിദ്യയും യശസ്സും ബലവും നഷ്ടപ്പെടും. പൂജ്യനെ പൂജിക്കാതിരുന്നാൽ ആയുസ്സും വിദ്യയും യശസ്സും ബലവും നഷ്ടപ്പെടും. അപൂജ്യ എത്ര പൂജ്യന്തേ പൂജ്യായാം ച വ്യതിക്രമ ചത്വാരി തസ്യ നശ്യന്തി ആയുർ വിദ്യ യശോ ബലം.
ഒരു 500-600 വർഷമായി ഭാരതത്തിൻ്റെ ഇതിഹാസ ചരിത്രം എടുത്തു നോക്കിയാൽ ഭാരതത്തിൻ്റെ യശസ് ലോകത്ത് കുറയുകയാണ് ചെയ്തത്. ഇന്നും ആരെങ്കിലും ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ പേരിൽ ഇന്ത്യയിലേക്ക് ഏതെങ്കിലും പാശ്ചാത്യൻ ഇന്നും യാത്ര ചെയ്യുന്നെങ്കിൽ പഴയതിനെ ലാക്കാക്കി മാത്രമാണ്, പുതിയ ഒന്നിനും വേണ്ടിയല്ല. അഗ്രി. നിങ്ങൾ ഇന്ന് പഠിച്ചു വെച്ച ഒരു സാധനത്തിനും വേണ്ടി പാശ്ചാത്യൻ നിങ്ങളോട് വന്ന് കൈനീട്ടില്ല. കാരണം നിങ്ങൾ പഠിച്ചതൊക്കെ അവനറിയാവുന്നതിൻ്റെ വളരെ ചെറിയൊരംശം മാത്രമാണ്. അവൻ്റെ ഭാഷയിൽ അവൻ പഠിപ്പിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ അവൻ്റെ നാട്ടിൽ ഉടലെടുത്തത് ഇവിടെ വന്ന് സ്വീകരിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. ശരിയല്ല? അപ്പോൾ നിങ്ങളുടെ നാടിൻ്റെ കീർത്തി ഇക്കാലം അത്രയുമുള്ള പാശ്ചാത്യവും പൗരസ്ത്യവുമായ സന്യാസവും ഗാർഹസ്ഥ്യവും ബ്രഹ്മചര്യവും വാനപ്രസ്ഥവും കൊണ്ടും എണ്ണമറ്റ ലോകോത്തരങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥാപനങ്ങളെ കൊണ്ടും കോടാനുകോടി രൂപയുടെ സ്വത്തുകളെ കൊണ്ടും കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യോജിക്കുമോ എന്നറിയില്ല. യശസ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാരമ്പര്യത്തിൽ ഈ വ്യതിക്രമങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നാണ് അർത്ഥം. നമ്പർ 1, വിദ്യയുടെ ലോകത്ത് ഭാരതം ഇന്ന് വളരെ പിന്നിലാണ്. നളന്ദയുടെയും തക്ഷശിലയുടെയും ഒക്കെ കാലങ്ങളിൽ ഹുയാൻസാങ്ങിൻ്റെയും ഈറ്റ്സിങ്ങിൻ്റെയും ഫാഹിയാൻ്റെയും ഒക്കെ ചരിത്ര വിവരണങ്ങൾ വായിച്ചു നോക്കുമ്പോൾ പുളകം കൊള്ളുന്ന ഇന്ത്യ അതിൻ്റെ പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് അവകാശപ്പെടുമ്പോൾ സത്യത്തിൽ ആ പാരമ്പര്യമൊന്നും ഇന്ന് ഇന്ത്യയിലില്ലെന്നും ഇന്നുള്ളത് മുഴുവൻ പാശ്ചാത്യൻ ചവച്ചു തുപ്പിയൊരു പാരമ്പര്യം മാത്രമാണെന്നും ഇവിടുത്തെ സനാതനധർമ്മ പ്രയോക്താക്കളെന്ന് അഭിമാനിക്കുന്നവർ പോലും മറക്കരുത്. Is it true? വിദ്യ നഷ്ടപ്പെട്ടിരിക്കുക. മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഭീഷ്മന്റെ ആയുസ് 119 വയസ്സാണ്. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെയാണ് നിവർന്നു നിന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. ആ പുരാണങ്ങളിൽ വർണ്ണിച്ചത് തുടർന്ന് ഇങ്ങോട്ട് വന്ന കിട്ടാവുന്ന ചരിത്രത്തിൻ്റെ പഠനങ്ങൾ വെച്ച് നോക്കിയാൽ, ചരിത്രം എഴുതാൻ തുടങ്ങിയത് വെച്ച് ഓരോ കൊല്ലവും നോക്കിയാൽ, കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് രൂപപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലം മുതലൊക്കെ കൃത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ പഠനങ്ങളും ജനാധിപത്യത്തിൻ്റെ പഠനങ്ങളും വെച്ച് നോക്കിയാൽ ഓരോ വർഷവും ആയുർദൈർഘ്യം കുറഞ്ഞു വരികയാണ്. ശരിയല്ല? അവിടെയും വ്യതിക്രമം തന്നെയാണ്. ആധുനിക മനുഷ്യന്റെ ബലം അവന്റെ മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് തിന്നു തീർക്കുന്നുണ്ടെങ്കിലും വളരെ പിന്നിലാണ്. ശരിയല്ല? ആത്മബലവും ശരീരബലവും ശരിയല്ല. കേരളത്തിൻ്റെ മാത്രം വന്ധ്യത പുരുഷൻ്റെത് 60% നിൽക്കുക. ഇന്നലെ 2-3 ഭാര്യമാരെ തൃപ്തിപ്പെടുത്തി ആ സ്ത്രീകളുടെ മുഴുവൻ ബഹുമാനാദരങ്ങൾ ഇന്നലത്തെ പുരുഷന്മാർ പിടിച്ചു പറ്റിയെങ്കിൽ ഇന്ന് പുരുഷനെ പരമപുച്ഛമാണ് ഗാർഹസ്ഥ്യത്തിൽ സ്ത്രീകൾക്ക്.
വിദ്യൻ പറഞ്ഞു, യശസ് പറഞ്ഞു, വിദ്യ പറഞ്ഞു, ബലം പറഞ്ഞു, ആയുസ്സും പറഞ്ഞു. താരതമ്യം അർഹിക്കാത്തത്. ഞാനീ പറഞ്ഞതൊക്കെ ശരിയുണ്ടോ? അപ്പോൾ നമ്മൾ ഇന്ന് കൂട്ടായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ സ്വത്വം നിരസിക്കപ്പെടാനും, നമ്മൾ സനാതനധർമ്മത്തെ പഠിക്കാതിരിക്കാനും, നമ്മളുടെ സംസ്കൃതി നഷ്ടപ്പെടാനും അല്ലാതെ ഉണ്ടാവാൻ കാരണമാകുന്നില്ല. ഒരു കോലാഹലത്തിൽ പണമുണ്ടാക്കുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ഞാനൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ഓൺലി എ സ്റ്റേറ്റ്മെന്റ്. അല്ലാതെ ശക്തമായ കണ്ടെത്തലാണെന്നൊന്നും കരുതണ്ട. വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ നോളജ്. ശരിയല്ല. ശരിയാണെങ്കിൽ ഒരു പുനരീക്ഷണത്തിന്റെ സമയമാണ്. നിവൃത്തിയെക്കുറിച്ച്. നിവൃത്തിയല്ല ഇന്ന് ഇന്ത്യൻ സന്യാസം. നിവൃത്തിയുടേതായ എല്ലാ വേഷവിധാനങ്ങളോടും കൂടി അത്യന്തം പ്രവൃത്തിയിലേക്ക് മാറുമ്പോൾ സംസ്കൃതിക്ക് എന്തു സംഭവിക്കുന്നുവെന്ന് പോലും നാം ചിന്തിക്കുന്നുമില്ല. ഇതാണ് നിങ്ങളുടെ ചിന്തയിൽ നിവൃത്തിയെക്കുറിച്ച് ആദ്യം കയറ്റിവെക്കുന്നത്. എന്ന് തന്നെയുമല്ല, ഉപനിഷത്ത് അവിടെ നിർത്താതെ വേറെയും ചിലത് പറയുന്നു. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ഗൃഹീ ഭൂത്വ വനീ ഭവേത്, വനീ ഭൂത്വ പ്രവ്രജേത്. യദി വേദരഥ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത് ഗൃഹാദ്വാ വനാദ്വാ യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഇതെല്ലാം ഉപനിഷത്ത് വചനമാണ്. ഉപനിഷത്ത് ജാബാലോ ഉപനിഷത്ത്. ബൃഹദാരണ്യകത്തിലും കാണാം. ജാബാലോപനിഷത്തിന്റെ വചനമാണ്. ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്. ബ്രഹ്മചര്യത്തെ സമാപിപ്പിച്ചിട്ട് ഗൃഹസ്ഥനായിത്തീരണം. തൈത്തരീയത്തിൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഗുരുവിന് ദക്ഷിണയും കൊടുത്തത് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ഗുരുദക്ഷിണയും നൽകി ഇറങ്ങി ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ഗൃഹീ ഭൂത്വ വനീ ഭവേത്. ഗൃഹസ്ഥാശ്രമം പരിപാലിച്ചിട്ട് കർണമൂലത്തിൽ നര വരുമ്പോൾ പുത്രന്മാരെ ഭരമേൽപ്പിച്ചിട്ട് വാനപ്രസ്ഥനായിത്തീരുക. ഗൃഹസ്ഥാശ്രമം തൻ്റെ വർണ്ണാശ്രമ വിധിക്കനുസരിച്ച് ചെയ്തവന് മാത്രമേ ഗാർഹസ്ഥ്യ കാമങ്ങളിൽ നിന്ന് വാർദ്ധക്യത്തിലെങ്കിലും മോചനം നേടാൻ കഴിയൂ. മോചനം നേടാൻ കഴിയില്ലാത്തതുകൊണ്ട് പ്രകൃതി അവസാനം നിങ്ങളെ വലിച്ചിഴയ്ക്കുകയാണ്, വനത്തിലേക്കല്ല. മക്കളുടെ പരിചരണത്തിലേക്കല്ല, ജീവനക്കാരുടെ പരിചരണത്തിലേക്ക് മക്കളും സമൂഹവും ചേർന്ന് നിങ്ങളെ കാലെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി തള്ളുക.
ഇത് പാശ്ചാത്യമായ സംസ്കൃതിയുടെ നഗ്നമായ കാഴ്ചയാണ്. ഇന്ത്യക്ക് മേൽ ഒരഭിശാപം പോലെ ഏറ്റുവന്ന എന്നിട്ടും നിങ്ങൾ കണ്ണു തുറന്നിട്ടില്ല. എത്ര അനായാസമാണ് വിദ്യാഭ്യാസം നേടിയ ഉന്നത ഉദ്യോഗസ്ഥരായ ഉന്നതന്മാരായ ഭാരതത്തിന്റെ സന്താനങ്ങൾക്ക് തന്തയെയും തള്ളയെയും ഒക്കെ ഒരു അനാഥാലയത്തിലേക്ക് കൊണ്ട് തള്ളാൻ കഴിയുക, ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ട് തള്ളാൻ കഴിയുക. ഞാൻ അതിശയോക്തി പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റിസ് ഉഷയെ കാണുക. ഈ പേര് നിങ്ങൾ അറിയുമോ എന്നറിയില്ല. അവരൊരിക്കലൊരു സ്റ്റേജിൽ പറഞ്ഞ വാചകമാണ് ഇതിന് അവലംബം. ചോറ്റാനിക്കര വെച്ച് ഹൃദയഭേദകമായി അവർ സംസാരിച്ചൊരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ അവരൊരു അനാഥാലയം നടത്തുന്നു. സ്പഷ്ടമായി അവർ പറഞ്ഞു അത് അനാഥാലയമാണ്, നാഥനില്ലാത്തവർക്ക് വേണ്ടിയുള്ള ആലയമാണ്. ഒരിക്കലൊരു അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു, ഒരു IAS ഓഫീസർ, സ്വന്തം അമ്മയെ, ഭാര്യയും അദ്ദേഹവും കൂടെ വന്ന് അകത്തിരുന്ന് അമ്മയെ അവിടെ ഏൽപ്പിച്ചു. അമ്മയോട് അദ്ദേഹം ധരിപ്പിച്ചത് നാരായണ ഗുരുദേവന്റെ പേരുള്ള ഒരു ആശ്രമത്തിൽ അമ്മയെ ജ്ഞാനവൈരാഗ്യാദികൾക്ക് വേണ്ടി ആധ്യാത്മികമായ അറിവിന് വേണ്ടി കൊണ്ട് ഏൽപ്പിക്കുന്നുവെന്നാണ് അമ്മയോട് പറഞ്ഞത്. ആ സാധ്വി അവിടെ കഴിഞ്ഞു. ഒരിക്കലും അദ്ദേഹം പിന്നെ പോയില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന മീറ്റിങ്ങിൽ ഇങ്ങനെയാണ് അമ്മ പറഞ്ഞത്. സാരാംശം അവർ പറഞ്ഞതുപോലെ എനിക്ക് പറയാനാവില്ല, കേട്ടത് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും മൊഴിമാറ്റം അതിൽ വന്നിട്ടുണ്ടെങ്കിൽ ആശയത്തിന് മാറ്റം വന്നിട്ടുണ്ടാവില്ല, അതിനെന്നോട് പൊറുക്കുക. അവിടെ നടന്ന ഒരു സമ്മേളനത്തിൽ മറ്റൊരു വലിയ ഓഫീസറായിരുന്നു ഉദ്ഘാടകൻ. അവിടുത്തെ അനാഥാലയത്തിൻ്റെ മുൻനിരയിൽ ഇരിക്കുന്ന ഈ സ്ത്രീയെ കണ്ടപ്പോൾ അവർ പല പ്രാവശ്യം ചോറ് വിളമ്പിക്കൊടുത്തതാണെന്നുള്ള ഓർമ്മയിൽ പരിപാടി കഴിഞ്ഞ ഉടനെ ആ അമ്മയെ വിളിച്ചു. അമ്മയെ കണ്ട് സംസാരിച്ച് അദ്ദേഹത്തിന് ഒരു ഞെട്ടലാണുണ്ടായത്. ഫലം അടുത്ത ദിവസം തന്നെ ആ അമ്മയെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ട് എന്ന് നിശ്ചയവുമില്ല. നാളെ ഇതാണ് ഇന്ത്യ. സാമൂഹ്യ പ്രവർത്തകർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, ആധ്യാത്മിക ആചാര്യന്മാർ, ആധ്യാത്മിക സ്ഥാപനങ്ങൾ എല്ലാം വികസിച്ചു വന്നിട്ടുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്തവൻ ഓടി നടന്നുണ്ടാക്കിയ ആഹാര സാധനം ഒരു നേരം കൂടി താൻ പട്ടിണി കിടന്ന്, തൻ്റെ പണിയെടുത്ത് താൻ പട്ടിണി കിടന്ന് തൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്തൊരു സംസ്കൃതിയിൽ നിന്ന് എല്ലാ നേരവും കഴിക്കാനുള്ളവൻ, എല്ലാ നേരവും കഴിപ്പിക്കുകയും എല്ലാ വിദ്യാഭ്യാസവും ചെയ്തു കൊടുക്കുകയും ചെയ്ത തള്ളയ്ക്കും തന്തയ്ക്കും ആ സുരഭില സുഭിക്ഷതയുടെ നടുക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ലാത്തിടത്തേക്കാണ് നിങ്ങളുടെ സംസ്കൃതി വളർന്നതും വികസിച്ചതും ദക്ഷണകളായതും വികാസ പരിണാമങ്ങളെ ഉൾക്കൊണ്ടതും ഒട്ടേറെ കോലാഹലങ്ങൾ നടക്കുന്നതുമെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. Is it true? ഇവിടെയാണ് ബ്രഹ്മചര്യത്തെയും ഗാർഹസ്ഥ്യത്തെയും വാനപ്രസ്ഥത്തെയും
സന്യാസത്തെയും സമുചിതമായി അവതരിപ്പിക്കുന്ന നിവൃത്തിയിലേക്കുള്ള പടവുകൾ ചവിട്ടാൻ മനുഷ്യനെ അടുക്കോടെ പഠിപ്പിക്കുന്ന പ്രാചീന സംസ്കൃതിയും അതിൻ്റെ വ്യാഖ്യാതാവായ ശങ്കരനുമൊക്കെ പറഞ്ഞത് നിഷേധിക്കുകയും നിന്ദിക്കുകയും അതിലപ്പുറം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അഹങ്കരിക്കുകയും ചെയ്ത ജനതയുടെ പതനം നാം കാണുന്നു. എന്നോട് നിങ്ങൾ പൊറുക്കുമോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇങ്ങനെയാണിത് വളർന്നു വരിക എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ ക്ലാസ്സിന് നിങ്ങൾ ഇരിക്കുമായിരുന്നുവോ എന്നും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ചിന്തയെ വല്ലാതെ മതിച്ചേക്കുമെന്ന് എനിക്ക് തോന്നുന്നു. Am I right? ശരിയുണ്ടോ ഈ പറഞ്ഞത്? അതോ കടുങ്കൈയാണോ? ശരി, കടുപ്പത്തെക്കുറിച്ചല്ല എൻ്റെ ശങ്ക. എൻ്റെ ശങ്ക ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും പ്രാചീനമായ ജാബാല ഉപനിഷത്തുകളിൽ ഒന്നിൽ ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീ ഭവേത്, ബ്രഹ്മചര്യത്തെ സമാപിപ്പിച്ചിട്ട് ഗൃഹസ്ഥനാവണം. ഗൃഹസ്ഥനാവാൻ തീരുമാനമുണ്ടെങ്കിൽ നേരത്തെ ആവണം. ഗൃഹീ ഭൂത്വ വനീ ഭവേത്, ഗൃഹസ്ഥനായിട്ട് വാനപ്രസ്ഥനാവണം. കർണമൂലത്തിലേക്ക് നര വരുമ്പോഴെന്ന് രഘുവംശം. ഇവിടെ നരയ്ക്കാൻ തുടങ്ങിയാൽ വീടിൻ്റെ ഉത്തരവാദിത്വമൊക്കെ പിള്ളേരെ ഏൽപ്പിക്കണം. പിന്നെ അവിടെ ഇരുന്ന് നിരങ്ങരുത്. നിങ്ങൾ പിള്ളേരെ നശിപ്പിക്കുകയാണ്. നര വന്നു കഴിഞ്ഞാൽ എല്ലാം ഏൽപ്പിക്കുക. ഞാൻ ഗൃഹസ്ഥനായിട്ട് ജീവിച്ചു, ഭംഗിയായിട്ടാണ് ജീവിച്ചേ, നന്നായിട്ട് എൻ്റെ ജീവിതം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ പിടിച്ചോ, ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഇതാ അവിടെ എവിടെയെങ്കിലും ബഹൂതകനായി, കുടീചകനായി ഒരു മൂലയ്ക്ക് കൂടുക. വല്ല അറിവിനെക്കുറിച്ചും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്നെ വന്ന് കാണുക. കർമ്മമൊക്കെ എൻ്റെ ഗാർഹസ്ഥ്യത്തിൽ അത് തീർന്നിരിക്കുന്നു. ഇനി വയസ്സികതേ കാമവികാര, ശുഷ്കേ നീരേ കാസാര. അതുകൊണ്ട് ഈ ബന്ധമൊക്കെ മതി, ഇത്രയൊക്കെ മതി. ഇനി നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഊനം തട്ടാതിരിക്കാൻ ഞാൻ അപ്പുറത്തോട്ട് മാറിക്കഴിയുക. എൻ്റെ ബലത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ഊനം തട്ടരുത്, പരമ്പര കുറ്റിയേറ്റു പോകരുത്. തൃപ്തിയായാണ് ഞാൻ മടങ്ങുന്നത് എന്ന് പറയാവുന്ന ഗൃഹസ്ഥൻ ഇന്നില്ല. Am I right? ആദ്യത്തേത് സമ്മതിച്ചതുപോലെ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് വിരൽ ചൂണ്ടുന്നത് നിങ്ങളുടെ നേരെയാണ്. നിങ്ങൾക്ക് മുമ്പിലിരുന്ന എൻ്റെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ വേദനയായി മാറുമെങ്കിൽ പൊറുക്കണം. ശരിയല്ല. മതിയാക്കണം ഈ കേടി. നര വന്നോന്ന് കണ്ണാടിയിൽ നോക്കണം, ഡൈ അടിക്കരുത്. നര വന്നില്ലെന്ന് ഉറപ്പാക്കാൻ. നര വന്നിരിക്കുന്നു. വാനപ്രസവത്തിന് സമയമായി എന്നങ്ങ് കരുതിക്കണം. നേരത്തെ വന്നു എന്ന് വിചാരിക്കാം.
കാരണം ബയോക്ലോക്കിന്റെ മാറ്റമാണെന്നര. ബയോക്ലോക്ക് മാറിയാൽ അത് വാർദ്ധക്യമായി തന്നെ എണ്ണണം. അപ്പോൾ അത്രയും നേരത്തെ ഗാർഹസ്ഥ്യം അനുമതിയില്ലാതെ ആടിക്കാണും. വേണ്ടാത്തത് ചോദിച്ച് മേടിച്ച് കെട്ടണോ? വേണം. സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ വർണ്ണധർമ്മത്തിനനുസരിച്ച് മര്യാദയ്ക്ക് ജീവിച്ചാൽ മാത്രമേ സംതൃപ്തി ഉണ്ടാവൂ. ഒരുവൻ നടന്നു പോകുന്ന വഴിയിലെല്ലാം സംതൃപ്തി ഉണ്ടാകുന്നത് വേണ്ട കാര്യങ്ങളെ വേണ്ടതുപോലെ വേണ്ട സമയത്ത് വേണ്ട മാത്രയിൽ ചെയ്തിട്ടുള്ളവർക്ക് മാത്രമാണ്. അതിന് ബുദ്ധി അതുപോലെ നിൽക്കണം. അത് നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം. അതിനുള്ള ബുദ്ധിയും കാര്യവുമില്ല. അതൊക്കെ പറഞ്ഞു തന്നിട്ട് വിടുകയുള്ളൂ എന്ന് വിചാരിക്കുക. 2 ദിവസമേ ഉള്ളെങ്കിലും 3 ദിവസം എന്നുള്ളത് 2 ദിവസമായി കുറച്ചാലും ഞാൻ അത്രയും സ്പീഡിൽ തീർത്തിട്ടേ വിടുകയുള്ളൂ. പേടിക്കണ്ട. ഇത് 100 ദിവസത്തേക്ക് നമുക്ക് നീട്ടാം. 1 മണിക്കൂർ നേരത്തേക്ക് ചുരുക്കുകയും ചെയ്യാം. പൂർവാചാര്യന്മാർ സമർത്ഥന്മാരായിരുന്നതുകൊണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ടല്ല. അതുകൊണ്ട് ഗൃഹീഭൂത്വ വനീഭവേത്, വനീഭൂത്വ പ്രവ്രജേത്. ഇതാണ് ക്രമമായ മുക്തി, പ്രവൃത്തി മാർഗം. വാനപ്രസ്ഥനായി കഴിഞ്ഞ് വനസമ്പർക്കതവും വനനീയം സംഭജനീയം. അത് കഴിഞ്ഞ് സന്യാസം സ്വീകരിച്ച് മര്യാദയ്ക്ക് പിരിയുക. ശൈശവേ അഭ്യസ്തവിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേനാന്തേ തനുത്യജാം. ബാല്യത്തിലെ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ വിഷയെ സുഖിച്ചും വാർദ്ധക്യകാലം മുനിയായി കഴിച്ചും ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്കുക. ഇതാണ് രഘുകുല രീതി. ഇതൊന്ന് മാറ്റിയെഴുതാൻ രഘുകുല രീതി ആദ്യമായി മാറ്റിയത് യൗവനത്തിൽ ജടാജൂഢം എടുത്തു വെച്ചു. ചെങ്കോല് ദൂരത്തിട്ട് യോഗദണ്ഡെടുക്കുന്നു. പൊൻകിരീടത്തെ ജടാജൂഢമായി മാറ്റിയിടുന്നു. അങ്ങനെ ഒരുത്തൻ രഘുകുല രീതിയെ ഒന്ന് മാറ്റി. ആരാ ആരാ? ശ്രീരാം. അയാൾ യൗവനത്തിൽ ജട വിരിച്ചു. രഘുവംശത്തിന്റെ രീതി കർണമൂലത്തിലേക്ക് നര വരുമ്പോൾ വാനപ്രസ്ഥം സ്വീകരിക്കുന്നതാണ്. ഈ യൗവനയുക്തനായ രാമനാണ് ഭാര്യയെയും സഹോദരനെയും കൂട്ടി വാനപ്രസ്ഥത്തിന് ഇറങ്ങിയത്. അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. രീതി ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥവും കഴിഞ്ഞ് പ്രവ്രജേത്, സന്യാസം സ്വീകരിക്കുക. പ്രവ്രജ സന്യാസം. പ്രവ്രജായോഗം എന്നൊരു യോഗമുണ്ട്. ജ്യോതിഷത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ചൊവ്വയുടെ സ്ഥാനം നോക്കിയാകും. 7ലും 8ലും 9ലും ഒക്കെ ചൊവ്വ വരും, കേട്ടിട്ടുണ്ടാവും. അതിൽ ചൊവ്വയുടെ ചില സ്ഥാനങ്ങളിൽ വന്നാൽ പ്രവ്രജയുണ്ടാവും. എന്ന് പറഞ്ഞാൽ സന്യാസയോഗം. അവർക്ക് വിവാഹയോഗമില്ല. അവരെ അതിന് വലിച്ചഴച്ചാൽ വലിച്ചഴയ്ക്കുന്നവൻ അങ്ങെത്തുമെന്നാണ് കണക്ക്. മനസ്സിലായില്ല?
അപ്പോൾ ഏത് ഒന്നിൽ നിന്നും നേരെ ചാടാവുന്ന സാരം. അതിനാണ് ഗൃഹാദ്വാ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത്. ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കാം. ഗൃഹാദ്വാ വനാദ്വാ, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും സന്യസിക്കാം, വാനപ്രസ്ഥത്തിൽ നിന്നും സന്യസിക്കാം. മുകളിലേക്ക് ചാടാൻ എവിടുന്ന് വേണേ ചാടാം. ചാടാനുള്ള ശക്തി ഉണ്ടെങ്കിലേ ചാടാം. വളരെ വ്യക്തമായ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയല്ല പറഞ്ഞത്. അതിൻ്റെ ഒടുവിൽ പറഞ്ഞത് യദഹരേവ വിരജേത് തദഹരേവ പ്രവ്രജേത്. ഏത് പകലാണോ വൈരാഗ്യം വരുന്നത് ആ പകൽ തന്നെ സന്യസിച്ചോളാനാവും. നാളത്തേക്ക് വെക്കണ്ട. വൈരാഗ്യം ഉണർന്നാൽ അപ്പോൾ സന്യസിച്ചോളാനാണ്. ഇഹ അമുത്ര ഫലഭോഗ വിരാഗത വന്നാൽ ഉടനെ സന്യസിക്കാം. ഇതാ സന്യാസത്തിന്റെ ഭാരതീയ ചിന്ത. അല്ല സോഷ്യൽ വർക്കിനല്ല സന്യസിക്കുന്നത്, സാമൂഹ്യ സേവനത്തിനല്ല സന്യസിക്കുന്നത്. അതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ നിങ്ങൾക്ക് ചെയ്യാം. സന്യാസത്തിന്റെ ലക്ഷണമൊന്നുമല്ല. ഇങ്ങനെ ഒന്നിനെപ്പറ്റി, ഇങ്ങനൊരു നിവൃത്തിയെക്കുറിച്ച് നിങ്ങളുടെ ധാരണ ഇത് പറയുന്നത് വരെ ഇതായിരുന്നു. ചോദ്യം മനസ്സിലായോ എന്നറിയില്ല. നിങ്ങളുടെ ധാരണ സോഷ്യൽ വർക്കാണ് സന്യാസം. ഇറ്റ്സ് നോട്ട്. എങ്കിലും കൂടുതൽ സോഷ്യൽ വർക്കാണ്. സ്കൂൾ നടത്തലാണ്, കോളേജ് നടത്തലാണ്, ബിൽഡിംഗ് ഫണ്ട് പിരിക്കലാണ്. ശരിയല്ല. തലവരി പിരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കലാണ്. അങ്ങനെ ഹിന്ദു ധർമ്മത്തെയൊക്കെ രക്ഷിക്കും. പണ്ട് ചാന്നാൻ പറഞ്ഞ പോലെ ഏൻ ലച്ചിപ്പേൻ. അതല്ല ഇത് സാധനം. ഇത് വളരെ വ്യക്തമായ ശ്രൗത നിയമങ്ങളോടുകൂടിയതാണ്. അതിൻ്റെ സാമ്പ്രദായിക മര്യാദയിൽ നിന്ന് മാറ്റുകയാണ് ആധുനിക ഭാരതം ചെയ്തത്. അതിനെല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുക്കുകയാണ് ജനാധിപത്യ ഭരണാധികാരികൾ ചെയ്തത്. അതിനെല്ലാ അംശങ്ങളിലും സഹായിക്കുവാനാണ് പണവുമായി ഗൃഹസ്ഥാശ്രമികൾ ഇറങ്ങിത്തിരിച്ചത്. മറ്റൊരർത്ഥത്തിൽ ഇതിനെ നശിപ്പിച്ച് പെട്ടിയിലാക്കിയത് ഇനി ഞാൻ പറയുന്നില്ല. ഞാൻ പറയാൻ വന്നത് വേറെ കുറച്ചുകൂടെ കൂട്ടിയാണ്. അതൊന്നും ഇനി ഞാൻ പറയുന്നില്ല. അല്ല, നിങ്ങൾ ഏതായാലും സ്വയം പഴി ഏറ്റെടുത്തപ്പോൾ ഞാൻ അതിനകത്തെ ഭരണാധികാരിയെയും ബാക്കിയുള്ളവരെയും ഒക്കെ ഒറ്റയടിക്ക് അതിനകത്തോട്ട് തന്നെ ചേർത്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് വളരെ ശക്തമായി പറഞ്ഞതാണ്. ബ്രഹ്മചര്യത്തെ പരിസമാപിപ്പിച്ച് ഗൃഹസ്ഥാശ്രമിയായിത്തീരൂ. ഗൃഹസ്ഥാശ്രമിയായ ശേഷം വാനപ്രസ്ഥനാവൂ. വാനപ്രസ്ഥനായിട്ട് സന്യസിക്കൂ. ബ്രഹ്മചര്യത്തിൽ നിന്ന്, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന്, വാനപ്രസ്ഥാശ്രമത്തിൽ നിന്ന് സന്യസിക്കൂ. ഏത് ദിനത്തിലാണോ ദൃഢവൈരാഗ്യം വരുന്നത് ആ ദിനം തന്നെ സന്യസിക്കൂ. ഇത്രയും ജാബാലോപനിഷത്താണ്. ഭരണ നിയമങ്ങൾ ഒരു കാലത്ത് ബഹുമാന പുരസ്സരം ക്ഷാത്രധർമ്മം ഇതിനെ നിലനിർത്തുന്ന വിധം പെരുമാറിയിരുന്നുവെങ്കിൽ ബ്രിട്ടന്റെ ആഗമനവും സമറ്റിക് മതങ്ങളുടെ സന്നിവേശവും
സമറ്റിക് സമ്പ്രദായങ്ങളോടും സമറ്റിക് സംസ്കാരത്തോടും സമറ്റിക് വിദ്യാഭ്യാസത്തോടും ഈ നാടിന് അനിയന്ത്രിതമായ താല്പര്യം വളർത്തുകയും അതുകൊണ്ട് നമ്മുടെ വാഗ്ദത്ത ഭൂമി സമറ്റിക് പാരമ്പര്യത്തിൻ്റെ എല്ലാ നൂലാമാലകളും തകഞ്ഞ ശരിയായ ക്രിസ്തീയ പരിപ്രേക്ഷ്യത്തിൻ്റേതല്ലാതുള്ള അമേരിക്കയാണെന്നും അവരുടെ ധനവും മാനവും നിലനിർത്തുകയാണ് ഇന്ത്യക്കാരൻ്റെ കർത്തവ്യമെന്നും ആ ധനത്തിന് കീഴിൽ മാത്രമേ ഇന്ത്യൻ ധനത്തിന് മൂല്യമുണ്ടാകൂ എന്ന് ഇന്ത്യൻ ബുദ്ധിജീവികൾ ഉൾപ്പെടെ തീരുമാനിക്കുകയും ചെയ്തിടത്താണ് ഈ മാറ്റത്തിന് നാന്ദി കുറിച്ചത്. എവിടെയാണെന്നല്ലേ ചോദ്യം? അത് തിരിച്ചറിയരുത് എന്ന് ഇവരെല്ലാം കൂട്ടായി ആലോചിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്നൊരു സന്യാസി അമേരിക്കയിൽ പോയി അവിടെ നിന്ന് അവിടെ താമസിക്കാതെ കുറേ ഡോളറുമായി അവിടെ താമസിക്കാൻ കളക്ട് ചെയ്ത ഡോളറുമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയാൽ അത് മൊഴി മാറുമ്പോൾ 50 രൂപയോ 45 രൂപയോ ആയി കയറുകയാണ്. ഇന്ത്യയിൽ തന്നെ ചെയ്യുന്ന പണി അതിൻ്റെ 10 മടങ്ങ് അമേരിക്കയിൽ പോയി ചെയ്ത് അവിടെ പട്ടിണി കിടക്കാനുള്ള കാശ് കിട്ടുമ്പോൾ അവിടെ ഭാര്യയെയും പിള്ളേരെയും കൊണ്ടുപോകാതെ പട്ടിണി കിടന്ന് ആ കാശ് അവിടുന്ന് ഇന്ത്യയിലേക്ക് മൊഴി മാറ്റുമ്പോൾ ഈ നാടിൻ്റെ സംസ്കൃതി മാത്രമല്ല ഈ നാടിൻ്റെ സാമ്പത്തിക ധാര വരെ ഛിന്നഭിന്നമാക്കുകയാണ്. മനസ്സിലായില്ല? ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി അല്ലിത്. യഥാർത്ഥമായ മൂല്യബോധത്തിൽ ലോകത്തിലെ ഏത് മൂല്യത്തോടും നാണയത്തോടും മൂല്യങ്ങളെ വെച്ച് പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങിയാൽ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന കോടീശ്വരന്മാരെല്ലാം നാളെ പ്രഭാതത്തിലേക്ക് കുത്തുവാളെടുക്കും. പണത്തിൻ്റെ വിനിമയ മൂല്യത്തിൽ മാത്രമാണ് ഈ കളിയെല്ലാം. നിങ്ങളുടെ സ്ഥലങ്ങളെല്ലാം അമ്മയെന്ന് സനാതനധർമ്മികൾ കരുതിയിരുന്ന ഈ ഭൂമി മുഴുവൻ JCB പോലുള്ളത് വെച്ച് അടിക്കാനും ഇത് മുഴുവൻ വിപണന മൂല്യമുള്ളതാക്കി തീർക്കുവാനും വിൽക്കുവാനുള്ളതാക്കി തീർക്കുവാനും ഇത് മുഴുവൻ മേടിച്ചു കൂട്ടുവാനും കഴിഞ്ഞത് വിനിമയ മൂല്യത്തിൽ വന്ന അസ്ഥിരതയാണ്. ഇവിടെ തന്നെ പണിയെടുക്കുകയും ഇവിടെ തന്നെ ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത് മുഴുവൻ ഭൂമിയെ വിനിമയ മൂല്യമുള്ളതാക്കി മാറ്റുവാൻ കഴിയുമായിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിയുമോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നല്ലപോലെ ഇരുന്ന് ആലോചിക്കും, നല്ലപോലെ ശരിക്കിരുന്നു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ 2 രൂപയ്ക്ക് വാങ്ങാവുന്ന ഒരു സാധനം 2 രൂപ ഡോളറാക്കിയാൽ ആഗോള കച്ചവടം ഒന്നാണെന്ന് പറയുമ്പോഴും അവിടെ വാങ്ങാനാവില്ല. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ ജീവിക്കുന്ന പോലെ അവിടെ ജീവിക്കാൻ കഴിയണം. ഇവിടുന്ന് അങ്ങോട്ട് ചെന്നാൽ ഇവിടുത്തെ കാശ് കൊണ്ട് ജീവിക്കാൻ പറ്റൂല. വീടും പറമ്പും മുഴുവൻ വിറ്റ് പണത്തിന്റെ മൊഴിമാറ്റവും നടത്തി അങ്ങോട്ട് ചെന്നാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഈ സാധനം ടയർ പൊട്ടിങ്ങി വരും. മനസ്സിലായില്ല? അതെല്ലാം നശിപ്പിച്ചിട്ടിങ്ങി വന്നാലും ഇന്ത്യൻ തെരുവിലൂടെ പുട്ടടിച്ച് ജീവിച്ചു പോവാം. ശരിയല്ല. എന്നിട്ട് ഇന്ത്യയെ നിന്ദിക്കുകയും വേണം. സാംസ്കാരിക നായകന്മാർക്ക്
നിങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസ്കൃതത്തെ പോലും ആധുനിക ആംഗലേയ പദങ്ങളിലേക്ക് മൊഴിമാറ്റം ചെയ്യാനാണ് ഒരുങ്ങുന്നത്. ട്യൂബിന് സംസ്കൃതത്തിൽ പദമില്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള തട്ടോട്ടത്തിലാണ് ജനങ്ങളെ സംസ്കൃതം പഠിപ്പിക്കാൻ. Am I right? ഞാൻ ഉദ്ദേശിച്ചിടത്താണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. ഞാൻ അത് പറയേണ്ട ആളോടാണോ പറയേണ്ടതുപോലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എന്നാവും. ആണെങ്കിൽ നമ്മളെല്ലാം അതിന് കുറ്റക്കാരാണ്. അതുകൊണ്ട് വേറെ ആരുടെയും, എന്നെയും അങ്ങയെയും ഉൾപ്പെടുത്തി നമ്മളെല്ലാം ഇതിന് കുറ്റക്കാരാണ്. സംശയം വേണ്ട. ഇല്ലെങ്കിൽ ഈ ക്ലാസ് ഞാൻ എടുക്കുമോ? എൻ്റെ ശബ്ദം വെറുതാവില്ലാവും. നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ കഴിഞ്ഞേക്കും, എൻ്റെ ശബ്ദം മരിക്കില്ല. ചെഗ്വേരയുടെയാ വചനങ്ങൾ. എനിക്കും സംശയമൊന്നുമില്ല. എനിക്കൊരിക്കലും മരണം തുറുങ്കുകൾക്കുള്ളിലിട്ടടയ്ക്കാനാവില്ലെന്നെ. ഈ വിശ്വതലത്തിൻ്റെ കർമ്മമേഖലകളിൽ ജീവിതം നോവുമ്പോൾ എന്നെ ആത്മാവ് നൊന്തിയിടുന്നു. വയലാറിൻ്റെ വരികൾ. എനിക്ക് മരണമില്ല കവിത. അതുകൊണ്ട് ശങ്കയൊന്നുമില്ല. ശങ്ക വേണ്ട. അങ്ങനെ ശങ്കിക്കാനുമല്ല ഞാൻ പറഞ്ഞത്. ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. എനിക്കൊരു നല്ല അവസരം കിട്ടിയപ്പോൾ അതാകട്ടെ നിങ്ങൾ തന്നതും. എന്നെ വിളിച്ചു എന്നുള്ളതല്ല നിങ്ങൾ തന്നതെന്ന് പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞു വന്നതിനിടയിൽ നിങ്ങൾ എനിക്ക് തന്ന ചില അവസരങ്ങളാണ് ഞാൻ നന്നായി വിനിയോഗിച്ചത്. ഇല്ലെങ്കിൽ ഇത് പറയണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചവയല്ല. ഞാൻ എൻ്റെ വിഷയം മാത്രം പറഞ്ഞു പോകണമെന്നേ വിചാരിച്ചിരുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുനി ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം. ആ മുനിവൃത്തിയാണ് വാനപ്രസ്ഥം. യോഗേനാന്തേ തനുത്യജാം. യോഗസിദ്ധി കൊണ്ട് അവസാനം തൻ്റെ തനുവിനെ ത്യജിക്കുക. ഇച്ഛാപൂർവം ശരീരം വിടുക. സ്വച്ഛന്ത മൃത്യു ആവുക. ഇതാണ് അതിൻ്റെ പദ്ധതി. അതിൻ്റെ മലയാളമാണ്: ബാല്യത്തിലെ വിദ്യകൾ അഭ്യസിച്ചും താരുണ്യമായാൽ വിഷയെ സുഖിച്ചും വാർദ്ധക്യകാലം മുനിയായി കഴിച്ചും ദേഹത്തെ യോഗാൽ ഒടുവിൽ ത്യജിക്കും. അല്ല, മുനി എന്നുള്ളത് അവിടെ വാനപ്രസ്ഥൻ. സന്യാസി എന്നുള്ളത് യോഗം കൊണ്ട് അവസാനം ത്യജിക്കുന്ന അവസ്ഥ, യോഗാരൂഢാവസ്ഥ. അത് വാനപ്രസ്ഥത്തിലുള്ളതാണ്. അവിടെ സംഭജനീയമായ ഈശ്വരനെ മാത്രം കണ്ടുകൊണ്ടിരിക്കുക. വിഷയങ്ങളൊക്കെ പിള്ളേരെ ഏൽപ്പിച്ചു, മതീനി. ഇനി നിങ്ങൾ കളിക്ക്, കാരണം നിങ്ങൾക്കൊരു അവസരം വേണമല്ലോ. ഞാൻ ഇത് ഒരുപാട് കളിച്ചു, മതിയായി, ഈ കളി നിർത്തി, ഇതേ പിടിക്ക്. അല്ലാതെ 90 100 കസേരയിൽ ഒട്ടിപ്പിടിച്ച് കിടക്കുക. അതുകൊണ്ട് ഇതാണ് അതിൻ്റെ വഴി. അവിടെ ത്യജധർമ്മം അധർമ്മം ച ഉഭേ സത്യാനിർവേ ത്യജ ഉഭേ സത്യാനിർവേ ത്യക്ത്വാ
യേന ത്യജസി തത്യജ. ഇതാണ് അതിൻ്റെ പദ്ധതി. എന്ന് പറഞ്ഞാൽ ധർമ്മം അധർമ്മം രണ്ടും ത്യജിച്ചിട്ട്, സത്യം അനൃതം രണ്ടും ത്യജിച്ചിട്ട്, രണ്ടിനെയും ത്യജിച്ചത് എന്തുകൊണ്ടാണോ അതിനെയും ത്യജിക്കുക. മനസ്സിലായില്ല? എന്തുകൊണ്ട് ത്യജിച്ചുവോ അതിനെയും ത്യജിക്കുക. ഇതാണ് ആ അവസ്ഥ. ത്യജധർമ്മം അധർമ്മം ച. ധർമ്മത്തെ ത്യജിക്കുക, അധർമ്മത്തെ ത്യജിക്കുക, സത്യത്തെ ത്യജിക്കുക, അസത്യത്തെ ത്യജിക്കുക. രണ്ടിനെയും ത്യജിച്ചത് അറിവ് കൊണ്ടാണ്. മനസ്സിലായില്ല? അതിനെയും ത്യജിക്കുക. അങ്ങനെയുള്ള അവസ്ഥയാണ് സംസാരമേവ. ഏത് തരം അറിവുകളൊക്കെയാണോ, ഏതു തരം അനുഷ്ഠാനങ്ങളൊക്കെയാണോ, ഏതു തരം കർമ്മങ്ങളൊക്കെയാണോ അവിടെ എത്തിച്ചത്, കൈവല്യമെന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് എത്തിക്കാൻ ഉപയോഗിച്ച അനുഷ്ഠാന പദ്ധതികളും കൂടെ ഇല്ലാതാകുമെന്ന് സാരം. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അത് ഗീതയിൽ. അതിലേക്ക് വരാനാണ് ഞാൻ ഈ കിടന്ന് കറങ്ങുന്നത്. ഞാൻ അതിലേക്ക് കൊണ്ടുപോകാനാണ് ഈ കറങ്ങുന്നത്. ഇത് ഉപനിഷത്തുകളിൽ നിന്നാണ് ഉദ്ധരണികൾ. സംസാരമേവ നിസാരം ദൃഷ്ട്വാ സാരദിദൃക്ഷയ പ്രവ്രജന്ത്യകൃതോദ്വാഹാഃ പരം വൈരാഗ്യമാശ്രിതാഃ ഇതി ബൃഹസ്പതി അഭികചം പ്രതി. ധർമ്മവും അധർമ്മവും ത്യജിക്കുക, സത്യവും അസത്യവും ത്യജിക്കുക. എന്തുകൊണ്ട് ത്യജിച്ചുവോ അതിനെയും ത്യജിക്കുക. സംസാരം തന്നെ നിസ്സാരമാണെന്ന് കണ്ട് സത്യം ദർശിക്കുവാനുള്ള ആഗ്രഹത്താൽ വിവാഹം കഴിക്കാതെ വൈരാഗ്യത്തെ ആശ്രയിച്ച് സഞ്ചരിക്കുന്നു എന്ന് ബൃഹസ്പതി കചനോട് പറയുന്നു. ഇത്രയുമായാൽ ഇനി നമുക്ക് ആ രണ്ട് നിഷ്ഠകളെ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ നിരൂപണം ചെയ്യാം. സമയം അപ്പം കുറച്ചുകൂടി എടുക്കാം, സമയമുണ്ട്. അപ്പം നാളെ കുറച്ചുകൂടെ നന്നായൊക്കെ തീർക്കാം. അല്ലെങ്കിൽ ഞാൻ അല്പം സ്പീഡിൽ ഓടേണ്ടി വരും. നിങ്ങൾക്ക് കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. പിന്നെ ആർക്കാ കുഴപ്പം? പ്രകൃതിക്ക്. പ്രകൃതി ആവശ്യപ്പെടുന്ന പോലെ ചരിക്കാനേ പറ്റുള്ളൂ. ഭഗവത്ഗീതയിൽ ഈ ധർമ്മം രണ്ടും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവത്ഗീത 3-ാം അധ്യായം 3-ാം ശ്ലോകം. അർജുനൻ സ്പഷ്ടമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് 1ഉം 2ഉം ശ്ലോകങ്ങളിൽ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദനിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം ജായസി ചത് കർമ്മണസ്തേ മതാബുദ്ധിർ ജനാർദ്ദന കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. ചോദ്യം ശക്തമാണെന്ന് തോന്നുന്നു. അതിനുത്തരം പറയുന്ന ഭഗവാൻ പറഞ്ഞത്, ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠാ പുരാ പ്രോക്താ മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്നാ അതിനുത്തരം പറഞ്ഞു. 3-ാം ശ്ലോകം അല്ലേ അത്? അല്ല, 1ഉം 2ഉം ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഭഗവാൻ പറഞ്ഞത്, ഇത് ഭഗവാൻ ഉവാച ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. 2 നിഷ്ഠകളുണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞത്. നിഷ്ഠ നിതരാം സ്ഥിതി.
അല്ലയോ നിഷ്കളങ്കനായ പാപരഹിതനായ അർജുന, പാപമില്ലാത്തവനെ അർജുന, ഈ ലോകത്ത് രണ്ട് തരം നിഷ്ഠകളാണ് പുരാ പണ്ട് ഞാൻ ഉപദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉപദേശിക്കുന്ന ഗുരു ഗീതയിലായിരുന്നാലും ശരി ഭഗവാൻ നാരായണൻ തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞ്, പണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പൊ പറയുകയാണ്. ഇത് ഇവിടെ മാത്രമല്ല പറഞ്ഞേ, വേറെയും പറഞ്ഞു. നിന്നെയും എന്നെയും അറിയാമെന്ന് പറഞ്ഞു. അത് കൂടാതെ പറഞ്ഞു, 4-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യയം വിവസ്വൻ മനവേ പ്രാഹ മനവീക്ഷാഗവേ ബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹ മഹതായോഗോ നഷ്ടപരന്തവ. നല്ലപോലെ പുരുഷസൂക്താധിഷ്ഠിതമായി പഠിച്ചിട്ട് ആ മനസ്സുമായി ധ്യാനാത്മകമായി ഗീത പഠിക്കണം. അല്ലാതെ പഠിക്കരുത്. കുളിച്ച് ശുദ്ധമായി ഭസ്മചന്ദനാദികളൊക്കെ അണിഞ്ഞ് മര്യാദാമസൃണമായി മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒക്കെ പാദാഭിവന്ദനം ചെയ്ത് അത്യന്തം ശ്രേഷ്ഠമായ ഭഗവത് വചനങ്ങളെയാണ് കർണരസാമൃതമെന്ന നിലയിൽ കേൾക്കുവാൻ പോകുന്നതെന്ന് വിചാരിച്ചു മാത്രമേ പുസ്തകത്തെ തൊടുക പോലും ചെയ്യാവൂ. അല്ലാതെ പഠിച്ചാൽ ഇതൊന്നും കിട്ടില്ല. ഗീത ചൊല്ലൽ മത്സരത്തിനൊക്കെ പഠിച്ചാൽ ഇത് പോക്കാവും. മനസ്സിലായില്ല? അന്തർദേശീയ ഗീതാപാരായണ മത്സരം. 1-ാം സമ്മാനം അതൊക്കെയാണെങ്കിൽ പിന്നെയും സമ്മാനമുണ്ട്. പൊളിയൻ വീട്ടിൽ ഇട്ടൂപ്പ് സംഭാവന ചെയ്യുന്ന 1 കോടിയുടെ ഫ്ലാറ്റ്. ശരിയല്ല. 2-ാം സമ്മാനം ചിതലരിപ്പൻ ഫർണിച്ചർ മാർട്ട് നൽകുന്ന ഫർണിച്ചർ. ചിതലരിപ്പൻ എന്നുള്ള വീട്ടുപേരാ. ആ 1 പവന്റെ ഗോൾഡ് അല്ലേ? 101 പവൻ, 101 കിലോ. ഇതൊന്നും പഠിച്ചിട്ട് ഭഗവത്ഗീതയൊന്നും ഉറക്കിയില്ല. ഇത് നിങ്ങൾ വായിച്ചില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും ഇത് കേട്ടില്ലെങ്കിലും കേൾപ്പിച്ചില്ലെങ്കിലും ഇതിനുള്ളിലുള്ളത് ഭഗവത് വചനമാണെന്ന് വിചാരിക്കുന്നത് കൊണ്ട് പോലും മനസ്സിന് മാറ്റമുണ്ടാവും. അതുകൊണ്ടാണ് വേദമർത്ഥമറിയാതെ ചൊല്ലിയാലും അതിൻ്റെ ശബ്ദം നിങ്ങളുടെ ജനിതകത്തിൽ മാറ്റം വരുത്തി. അർത്ഥം അറിയണമെന്നില്ല. ഞാൻ ഭാഷ്യം നിങ്ങളോട് ചൊല്ലി കേൾപ്പിച്ചത് അതിൻ്റെ പൂർണ്ണതയിൽ അർത്ഥം എനിക്കറിഞ്ഞു എന്ന അർത്ഥത്തിലോ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന അർത്ഥത്തിലോ അല്ല. അത് കേൾക്കാൻ സുഖമുള്ളതുകൊണ്ട്. അതെവിടെയോ പാരമ്പര്യത്തിൻ്റെ തലങ്ങളിൽ കർണാകർണികയ ഒരു പാരസ്പര്യത്തിൻ്റെ ജീവവായു പോലെ സഞ്ചരിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതിൻ്റെ സ്വരവിന്യാസ ചിന്തനം, സ്വരസ്ഥാനങ്ങൾ
അതിൻ്റെ ഹ്രസ്വദീർഘപ്ലുതങ്ങൾ, ഉദാത്താനുദാത്ത സ്വരിതാദികൾ, ഇവയൊക്കെ മഹാഭാഷ്യകാരന്റെ അന്തർദർശനത്തിലൂടെ നോക്കിക്കണ്ടാൽ മാനവചേതനയെ നാളെ സർഗഭൂമികയുടെ അത്യുന്നതങ്ങളിൽ എത്തിക്കാതിരിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവത് വചനങ്ങൾ ഭഗവാൻ ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം അതിൻ്റെ പാരമ്പര്യ പ്രസിദ്ധിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 4-ാം അധ്യായം 1-ാം ശ്ലോകത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം. ഈ യോഗം ഞാൻ പറഞ്ഞു തരികയാണ്. അവ്യയമായ ഈ യോഗത്തെ ഞാൻ പണ്ട് വിവസ്വാന് പറഞ്ഞു കൊടുത്തതുപോലെ, വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തതുപോലെ, മനു ഇക്ഷാകുവിന് പറഞ്ഞു കൊടുത്തതുപോലെ, അങ്ങനെ പരമ്പരയാ പറഞ്ഞു വന്ന യോഗം കാലം കൊണ്ട് നഷ്ടമായി. എങ്ങനെ? ആചാര്യ ശങ്കരൻ പറയും, ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ. ഉത്തമമായ ഇത് ദുർബലനെയും അജിതേന്ദ്രിയനെയും പ്രാപിച്ചിട്ട് നഷ്ടമായി. അതുകൊണ്ട് ഇത് ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരും തുടരുത്. ഇവിടെയും അതാ പറഞ്ഞേ, പുരാപ്രോക്ത. എങ്ങനെ? മയാ പുരാപ്രോക്ത, എന്നാൽ പറയപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്ത് 2 വിധ നിഷ്ഠകളാണ് എന്ന് എന്നാൽ വളരെ മുമ്പേ പറയപ്പെട്ടിട്ടുണ്ട്. പണ്ടേ ഞാൻ പറഞ്ഞതാണ്, ഇന്ന് നിന്നോട് മാത്രം പറയുന്നതല്ല. ഞാനിപ്പോ നിന്നോട് പറയുന്നു, ഇന്നലെ ഞാൻ ഇങ്ങനെയല്ല പറഞ്ഞത്, നാളെ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പറയുന്നത്. ഇതാ നിങ്ങളുടെ ചാത്രം. മനസ്സിലായില്ല? ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, ഇന്നത് പറയാൻ പറ്റൂല. കാലം മാറി, കോലവും മാറി. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞതൊന്നും ഇന്ന് ശരിയല്ല. ഇന്ന് പറയുന്നതൊന്നും നാളെ ശരിയാവില്ല. മനസ്സിലായില്ല? ഇത് ചുമന്ന് ജന്മം കളയുക. എന്തോ മറ്റേതല്ല, വളരെ പണ്ടേ ഞാൻ പറഞ്ഞതാണ്. എൻ്റെ വാക്കുകളുടെ പിന്നാലെയാണ് അതിൻ്റെ സത്യത വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും ആവർത്തിക്കുന്നു. എത്ര കാലം കഴിഞ്ഞാലും ഇതിന് മാറ്റം വരില്ല. ഏത് കാലഘട്ടത്തിൻ്റെയും ഏത് ജീവിതത്തിൻ്റെയും ഏത് വ്യക്തിയുടെയും തലങ്ങളിൽ കാലാതീതമായി ഒഴുകുന്നതാണ് സനാതനം. ആ സനാതനമാണ് ഞാൻ പറഞ്ഞത്. അതിൽ 2 നിഷ്ഠകളാണ് എന്നാൽ പറയപ്പെട്ടത്. ഒന്ന്, സാഖ്യന്മാർക്ക് ജ്ഞാനം കൊണ്ടും ജ്ഞാനയോഗം കൊണ്ടും, യോഗികൾക്ക് കർമ്മയോഗം കൊണ്ടും. ഇതാണ് ആ 2 എണ്ണം. ലോകേ അസ്മിൻ ശാസ്ത്രാനുഷ്ഠാനാധികൃതാനാം തൈവർണികാനാം ദ്വിവിധ ദ്വിപ്രകാര നിഷ്ഠ നിതരം സ്ഥിതി അനുഷ്ഠേയ താൽപര്യം പുരാപൂർവം സർഗാദൗ പ്രജാഹ സൃഷ്ടുവ താസാം അഭ്യുദയ നിശ്രേയസ പ്രാപ്തി സാധനം വേദാർത്ഥ സമ്പ്രദായം ആവിഷ്കുർവത പ്രോക്ത മയ സർവജ്ഞേന
ഈശ്വരേണ ഹേ അനഘ അപാപ. അല്ലയോ അപാപ, പാപരഹിത, ഹേ അനഘ, അഖമില്ലാത്തവനെ, സർവജ്ഞനായ ഈശ്വരനാൽ ഈ ലോകത്ത് ശാസ്ത്രവിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ, ശാസ്ത്രീയമായി ജീവിക്കുവാൻ, ശാസ്ത്രത്തെ അവലംബിക്കുവാൻ അതിന് അധികാരം വേണം. അവകാശ ധാതൃ ആകാശ, അതിനുള്ള ആകാശം വേണം. ജ്ഞാനമിരിക്കാനുള്ള ഇരിപ്പിടത്തിന് അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം. ആ കഴിവിനെ ആസ്പദമാക്കി ത്രൈവർണികർക്കായി 2 പ്രകാരത്തിലുള്ള നിഷ്ഠകൾ ഉപദേശിച്ചു. 1 ജ്ഞാനയോഗം, 2 കർമ്മയോഗം. പണ്ടേ തന്നെ പ്രജകളെ സർവജ്ഞനായ ഈശ്വരൻ സൃഷ്ടിച്ച് അവരുടെ അഭ്യുദയവും നിശ്രേയസ്സവും ഉണ്ടാവാനായി വേദ താൽപര്യമനുസരിച്ച് ഹേ അപാപ, ഹേ അനഘ, 2 നിഷ്ഠകൾ എന്നാൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ജ്ഞാനയോഗേന ജ്ഞാനം ഏവ യോഗഃ, തേന സാഖ്യാനാം. ജ്ഞാനയോഗേന ജ്ഞാനം ഏവ യോഗഃ തേന സാഖ്യാനാം ആത്മാനാത്മ വിഷയ വിവേക ജ്ഞാനവതാം ബ്രഹ്മചര്യാശ്രമാത് ഏവകൃത സന്യാസാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണിയേവ അവസ്ഥിതാനാം നിഷ്ഠാപ്രോക്ത. ഇതാ സന്യാസം. ഇതാ ഭഗവാൻ ഉപദേശിച്ച സന്യാസം. ശ്രീകൃഷ്ണൻ അർജുനനെ മുൻനിർത്തി ഉപദേശിച്ച സന്യാസം ഈ സാധനമാണ്. ഇതാണ് അന്വേഷിക്കേണ്ടത്. ഇതല്ല എന്ന് തോന്നിയാൽ ബഹിഷ്കരിക്കണം. ഇത് വളരെ കൃത്യതയോടെ നിർവഹിച്ചിരിക്കുന്നു. ജ്ഞാനയോഗേന ജ്ഞാനം ഏവ യോഗഃ തേന സാഖ്യാനാം അനാത്മവിഷയ വിവേകജ്ഞാനവതാം ബ്രഹ്മചര്യ ആശ്രമാത് ഏവകൃത സന്യാസാനാം വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണിയേവ അവസ്ഥിതാനാം നിഷ്ഠാപ്രോക്ത. ദണ്ഡികളെ പോലുമില്ല, പരമഹംസ പരിവ്രാജകന്മാർ. ഏകദണ്ഡിയും ദ്വിദണ്ഡിയും ത്രിദണ്ഡിയും ഒക്കെ സ്മൃതികളിൽ നിയമങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആചാര്യശങ്കരൻ സ്പഷ്ടതയാ പറഞ്ഞത് ജ്ഞാനയോഗം കൊണ്ട്. എന്താ ജ്ഞാനയോഗം? ജ്ഞാനമാകുന്ന യോഗം. ജ്ഞാനം ഏവ യോഗ. ജ്ഞാനയോഗം കൊണ്ട്, ജ്ഞാനയോഗം കൊണ്ട് തേന സാഖ്യാനാം. ആത്മാവെന്ത് അനാത്മാവെന്ത് ആത്മാനാത്മ വിഷയത്തിൽ വിവേകജ്ഞാനം സിദ്ധിച്ചവർക്ക് സാഖ്യാനാം. സാഖ്യൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനയോഗി, ജ്ഞാനയോഗി എന്ന് പറഞ്ഞാൽ ആത്മാനാത്മ വിവേകജ്ഞാനവതാം. ആത്മാവിനെയും അനാത്മാവിനെയും രണ്ടിനെയും വിവേചിച്ചറിയുവാൻ കഴിഞ്ഞിട്ടുള്ള ആ അറിവുള്ള വിവേകികൾക്ക് ബ്രഹ്മചര്യ ആശ്രമാദേവകൃത സന്യാസാനാം. ക്രമമുക്തിയുടെ വഴി വന്നവർക്കല്ല,
ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് സന്യാസത്തിലേക്ക് വന്നിട്ടുള്ളവർ. അവിടെ ബ്രഹ്മചര്യത്തിന് ഇത്രയും പ്രാധാന്യം വരുന്നത്. ഗാർഹസ്ഥ്യത്തിലേക്കും വാനപ്രസ്ഥത്തിലേക്കും ഒന്നും പോകാതെ നേരിട്ട് പരിവ്രജിച്ചവർക്ക്. ബ്രഹ്മചര്യാദേവ കൃതസന്യാസാനാം, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസത്തെ സ്വീകരിച്ചവർക്ക്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാനാം, വേദാന്ത വിജ്ഞാനത്തിൻ്റെ സുചിന്തിതങ്ങളായ അറിവുകളെ, അർത്ഥങ്ങളെ മനസ്സിലാക്കിയവർ. സുനിശ്ചിതാർത്ഥാനാം പരമഹംസ പരിവ്രാജകാനാം, പരമഹംസ സമ്പ്രദായത്തിൽ പരിവ്രാജകന്മാരായവർക്ക്. ചുറ്റിത്തിരിയുന്നവർ. വെറുതെ കറങ്ങി പരിവ്രാജകൻ. പരിവ്രാജകൻ. വസന്തവത് ലോകഹിതം ചരന്ത നിരിന്ധന ഇവാനലഹ, കത്തിത്തീർന്ന് ചാരം മൂടിയ അഗ്നി പോലെ, വസന്തം വന്നുപോകുന്നത് പോലെ. എന്തിനാ വന്നത്, എന്തിനാ പോയത് എന്ന് നിശ്ചയമില്ലാത്ത പോലെ വന്നു പോകുന്നവർ. അവരുടെ കയ്യിലായി അറിവിരിക്കുന്നത്. മറ്റുള്ളവരൊക്കെ വരികയും പോവുകയും ചെയ്താൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. മനസ്സിലായില്ല. എന്താ വന്നേ? ഒരു പിരിവിന് വന്നതാ. ശരിയല്ല. ഇതൊന്നിനുമല്ലോ ഒരു കാര്യമില്ല. പൂർവപുണ്യം കൊണ്ട് വെറുതെ വന്നുപോയത്. പരമഹംസ പരിവ്രാജകാനാം ബ്രഹ്മണിയേവ അവസ്ഥിതാനാം, ബ്രഹ്മത്തിൽ തന്നെ അവസ്ഥിതി നേടിയവരും ആയവരുടെ നിഷ്ഠ. അതാണ് പറയപ്പെട്ടത്. അതാണ് നിവൃത്തി. നിവൃത്തിയുടെ നിർവചനം കൃത്യമായാണ് ഭഗവത്ഗീത 3-ാം അധ്യായം 3-ാം ശ്ലോകം ശങ്കര ഭാഷ്യത്തിൽ പറയുന്നു. സമയം. അപ്പം നിവൃത്തിയെ ഒന്നുകൂടെ നാളെ രാവിലെ ഒന്ന് ഓടിച്ച് കണ്ടേച്ച് നേരെ നമുക്ക് പ്രവൃത്തിയിലേക്ക് കയറാം. അതല്ലേ ഇനി വഴിയുള്ളൂ. അതല്ലേ ഇനി വഴിയുള്ളൂ. അതല്ലേ ഇനി വഴിയുള്ളൂ. ചോദ്യം മനസ്സിലായില്ല. ചോദ്യം മനസ്സിലായില്ല. ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് നേരിട്ട് കയറിയില്ലല്ലോ, ഗാർഹസ്ഥ്യത്തിലേക്ക് കയറിപ്പറ്റിപ്പോയല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ വഴിക്ക് പതുക്കെ അടിക്കൽ പിടിക്കാം. നാളെ കാണാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഹരി ഓം. ഹരി. നമുക്ക് 7:30 തന്നെ രാവിലെ തുടങ്ങാം. 7:30.